അർജുൻ സാർ ചിന്നുവിനെ തല്ലിയാ മാത്രമേ കേസുണ്ടാവൂ. ഞാനിവളെ തല്ലിയാ നീ ഇപ്പൊ പറഞ്ഞ കേസ് ഉണ്ടാവില്ലല്ലോ മഹി. അർജുൻ സാറിനെ തല്ലിയ ചിലപ്പോ ഞാനൊന്നും ചെയ്തില്ലെന്ന് വരും. പക്ഷെ നിങ്ങൾ എന്നെ തല്ലിയ ചിലപ്പോ ഞാനും പ്രതികരിക്കും. ഐശ്വര്യ മാഡം എന്നെ തല്ലിയ എനിക്കത് വലിയ നാണക്കേടൊന്നുമില്ല. എന്നാ വീട്ടുജോലിക്കാരിയായ എന്റെ കയ്യിന്ന് ഐശ്വര്യ മാഡത്തിനൊന്നും കിട്ടിയ അതിന്റെ നാണക്കേട് പിന്നെ തേച്ചാലും മായ്ച്ചാലും പോവില്ല. അത് മറക്കണ്ട. എടി വേണ്ട. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് നിൽക്കുവാ ഞാൻ. ചിലപ്പോ നാളെ ഞാൻ തന്നെ പശ്ചാത്തപിക്കുന്നത് പോലെ എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടി വരും. പ്ലീസ് ആ സ്ഥിതി ഉണ്ടാക്കരുത്. ഐശ്വര്യ മാഡം, നിങ്ങളാകെ ചിന്നുവിൽ ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രമാദേവി മാഡം ചിന്നുവിനെ എപ്പോഴും അപമാനിക്കുകയും ശാസിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും അതുകൊണ്ടാണ് ചിന്നു വിഷം നൽകിയതെന്നുമാണ്. ഇത് തന്നെ ചിന്നുവിനും തിരിച്ചു പറയാലോ. ഐശ്വര്യ മേഡത്തെയും രമാമ എപ്പോഴും അപമാനിക്കുമായിരുന്നു. വലിഞ്ഞു കയറി വന്നവളെന്നും ധർമ്മകല്യാണം കഴിച്ച് കുടുംബത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളെന്നും മറ്റും. അല്ല, അങ്ങനെ എപ്പോഴും പരസ്യമായിട്ട് പറയാറുണ്ട്. അതിന്റെ പേരിൽ നിങ്ങളാണ് രമാദേവി മേഡത്തിന് വിഷം കൊടുത്തതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇനിയൊരു വാക്ക് പോലും എന്റെ ഐശ്വര്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ പിന്നെ ഇതായിരിക്കില്ല എന്റെ പ്രതികരണം. തല്ലിക്കോ, ഞാൻ തിരിച്ചു തല്ലില്ല. പക്ഷേ ഒരു നിരപരാധിയെ അനാവശ്യമായി കേസിൽ കൊടുക്കാൻ നോക്കിയാൽ അത് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല. പ്രതികരിക്കും, തീർച്ചയായും പ്രതികരിക്കും. നിയമത്തിന്റെ വഴിയിൽ ഞാൻ പോരാടുക തന്നെ ചെയ്യും. ഓഹോ, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ല, മുന്നറിയിപ്പ് എന്നതാ. ആഹാ, നീ എന്നെ കോടതി കയറ്റുവോ? തന്റെ കക്ഷിക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടുക എന്നുള്ളതാണ് ഒരു വക്കീലിന്റെ ധർമ്മം. ഞാനൊരു വക്കീലാ, ചിന്നു എന്റെ ക്ലയന്റും. എന്റെ ക്ലയന്റിനെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. എന്നുവെച്ചാ മറ്റെന്തിനേക്കാളും നിനക്കിഷ്ടം ഇവളെയാണെന്നല്ലേ? ഞാൻ ആദ്യം തന്നെ തർക്കം നിർത്താൻ എല്ലാവരോടും പറഞ്ഞതാ. ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ എല്ലാവരും സംയമനം പാലിക്കാൻ ബാധ്യസ്ഥരാ. നിങ്ങളത് മറക്കുമ്പോ ബാക്കിയുള്ളവർക്കും ചെയ്യേണ്ടി വരും.